ഹലോ നമസ്കാരം, രഞ്ജിത്ത്. 2026 3 കിടിലൻ ബിസിനസ് ഐഡിയാസാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും ടെക്നോളജി അതിശക്തമായിട്ട് നമ്മളുടെയൊക്കെ ജീവിതങ്ങളെ സ്വാധീനിച്ചു തുടങ്ങിയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഈ 3 ബിസിനസ് ഐഡിയാസും വലിയ സാധ്യതകളുണ്ട്. 2026 തുടങ്ങി വെച്ചാൽ അടുത്ത ഒരു 10 വർഷത്തേക്കെങ്കിലും ഈ സാധ്യതകൾ മങ്ങാതെ സൂക്ഷിക്കുകയും ചെയ്യാം. ഏറ്റവും ആദ്യത്തത് പോഡുകളാണ്. പോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അർബൻ എസ്കേപ്പ് പോഡ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന, ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും വൈറലായിട്ടുള്ള ബാംഗ്ലൂർ ഉള്ള ഡോർമെറ്ററിയൊക്കെ കണ്ടു കാണും. അതായത് നിങ്ങൾക്ക് കിടക്കാൻ മാത്രം സ്ഥലത്തിലുള്ള ചെറിയ കൊച്ചു കൊച്ചു റൂമുകൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഡോർമെറ്ററി സർവീസുകളെ പോഡുകളാക്കി മാറ്റിയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ കാലത്ത് ഒരു കൊച്ചു സ്പേസ് അല്ലെങ്കിൽ ഒരു ബെഡ് സ്പേസ് മാത്രമാണ് കിടക്കാൻ കിട്ടുന്നതെങ്കിൽ പോലും വിർച്വൽ റിയാലിറ്റിയൊക്കെ പോലുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു വലിയ ഫീൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റുകൾ പ്രൊവൈഡ് ചെയ്യാം. ഈ പോഡുകൾ ശരിക്കും ഒരു എക്സ്പീരിയൻഷ്യൽ പോഡുകളാക്കി മാറ്റാം. അപ്പോൾ കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ 100-200 ആളുകളെയൊക്കെ താമസിപ്പിക്കാവുന്ന തരത്തിലുള്ള ഈ ഹോട്ടലുകൾ എന്നൊക്കെ ഒരു 50 പേർക്ക് താമസിക്കാവുന്ന ഹോട്ടലിൽ സാധാരണ അത്രയും സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ അതിൻ്റെ 4-5 ഇരട്ടി ആളുകളെ നമുക്ക് താമസിപ്പിക്കാനുള്ള സംവിധാനം ഈ പോഡുകൾ വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്പേസ് ഒന്നും ആളുകൾക്ക് ആവശ്യമില്ല, പെർട്ടിക്കുലർലി ടെക്നോളജി വന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ മെട്രോ നഗരങ്ങളിലും ഏറ്റവും ആദ്യം തന്നെ ഈ പോഡുകൾ വൻ ഹിറ്റായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ടോക്കിയോയിലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പോഡുകൾ കണ്ടിട്ടുള്ളത്. ഈ പോഡ്സ് വലിയ രീതിയിൽ ഇന്ത്യൻ നഗരങ്ങളിൽ ഹിറ്റാകാൻ പോകുന്നു. ഒരു സംശയം വേണ്ട, നിങ്ങൾക്കതിനകത്ത് ഒരു ലീഡർ ആകണമെങ്കിൽ എത്രയും പെട്ടെന്ന് 2026 തന്നെ ചെന്നൈ പോലുള്ള, ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ, മുംബൈ പോലുള്ള സിറ്റികളിലൊക്കെ ഇത് അതിശക്തമായിട്ട് വേരോട്ടം ഉറപ്പിക്കും. കൊച്ചിയിലും വലിയ സാധ്യതകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള പോഡ്സ് നമുക്ക് തരാൻ പോകുന്നത്. രണ്ടാമത്തത് DNA ബേസ് ചെയ്തുകൊണ്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് ബിവറേജസ്. നമ്മുടെ ഫുഡ് ആൻഡ് ബിവറേജസ്, ന്യൂട്രീഷൻസ്, ഇത്തരം കാര്യങ്ങളുടെയൊക്കെ സാധ്യത കൂടി വരികയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. വളരെ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് തോന്നുന്ന ആളുകൾ പോലും ജിമ്മിൽ പോകുന്നു, കുഴഞ്ഞു വീണ് മരിക്കുന്നു. ബാഡ്മിൻ്റൺ കളിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. മാരത്തോൺ ഓടുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നൊക്കെ നമ്മുടെ അടുത്ത ആളുകൾക്ക് പോലും ഇത് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്? ഓരോരുത്തരുടെയും DNA-യും അവരുടെ ജീനുകളും അവരുടെ ഹെൽത്ത് സിസ്റ്റവും എല്ലാം പല തരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് വേണം അവർക്ക് വേണ്ട എക്സസൈസ് പാക്കേജുകൾ ഉണ്ടാക്കാൻ, അവർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് അടക്കം പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഇത്തരത്തിൽ ഓരോരുത്തരുടെയും DNA അടക്കം അനലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് ബിവറേജസ് കൊടുക്കുന്ന തരത്തിലുള്ള കിയോസ്കുകൾ, ഇതിനുള്ള സാധ്യത കൂടി വരികയാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഫുഡ് കഴിക്കാൻ ചോദിക്കുന്ന ആളുകളുണ്ട്, ഫുഡ് കഴിക്കാൻ പോലും കിട്ടാത്ത ആളുകൾക്കാണോ DNA സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് എന്ന് പറഞ്ഞ്? ഇത് എല്ലാവർക്കും വേണ്ടിയല്ല. ഞാൻ പറയുന്നത് കുറച്ച് പ്രീമിയം ലെവലിൽ പൊസിഷൻ ചെയ്യേണ്ട ഒരു ബിസിനസ്സിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും തങ്ങളുടെ ലൈഫിന് വലിയ വാല്യൂ ഉണ്ട് എന്ന് കാണുന്ന HNIs ആവട്ടെ, സെലിബ്രിറ്റീസ് ആവട്ടെ, സമൂഹത്തിൻ്റെ ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകളാവട്ടെ, ബിസിനസ്സുകാരാവട്ടെ, ഇവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരുപാട് പ്രയോജനപ്പെടുന്ന, കാരണം മറ്റുള്ളവർക്ക് കൂടി അവരുടെ ജീവിതം ഒരു വലിയ പ്രയോജനമാണ്. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ കളയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കിട്ടുന്ന തരത്തിലുള്ള കിയോസ്കുകൾ അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ആപ്പുകൾ, അതിനൊക്കെ വലിയ സാധ്യതയാണ്. ഇപ്പോൾ 2026 അത്തരത്തിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലും വലിയ സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വർക്കൗട്ട് ആവും. ഇത്തരത്തിലുള്ള ബിസിനസ് പ്ലാനുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് ബിസിനസ് പ്ലാനുകളാണ് ഇപ്പോൾ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകളായിട്ട് റൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, നമ്മുടെ ടെസ്റ്റിമോണിയൽസിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ റീൽസിലൊക്കെ പലപ്പോഴും പറയാറുണ്ട്, വലിയ രീതിയിൽ സക്സസ്ഫുള്ളാണ്. പക്ഷേ നിങ്ങൾ കംപ്ലീറ്റ്ലി അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വരണം. മാത്രമല്ല നമ്മൾ പറയുന്ന പ്ലാൻ പ്രകാരം തന്നെ പോവുകയും വേണം. എങ്കിൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. അടുത്തത് മെമ്മറി പ്രിസർവേഷൻ ഒക്കെയാണ്. മെമ്മറി പ്രിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മളുടെ മെമ്മറി എല്ലാം ആക്ച്വലി നമുക്കിന്ന് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. ഒരുപക്ഷെ 80 വയസ്സ് വരെയോ 90 വയസ്സ് വരെയോ ഒക്കെ ജീവിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും അപഗ്രഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു മനുഷ്യൻ്റെ തലച്ചോറെന്ന് പറയുന്നത് എത്രമാത്രം വലിയ സ്വത്തായിരിക്കും അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ മെമ്മറി സ്റ്റോർ ചെയ്യുക, നമ്മളുടെ മെമ്മറി സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ ഓർമ്മ ചിത്രങ്ങൾ,
നമ്മൾ സ്പെൻഡ് ചെയ്ത ഏറ്റവും രസകരമായിട്ടുള്ള നിമിഷങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സർവീസ്, അത് ഇപ്പോൾ എയർ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സർവീസ് തന്നെയാണ്. അപ്പോൾ അത് ഹോസ്പിറ്റൽസൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർവീസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സർവീസുകളുടെയും സാധ്യത കൂടി വരുന്നുണ്ട്. 2026 തീർച്ചയായിട്ടും ഏറ്റവും നല്ല സമയമാണ് ഇത്തരത്തിലുള്ള ടെക്നോളജി ബേസ്ഡ് സർവീസുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഇതൊക്കെ മാൻഡേറ്ററി ആണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള സർവീസുകളായിട്ട് മാറും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെ തുടങ്ങാനായിട്ട് ഒരു അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പം അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടി അത്യാവശ്യം പ്രീമിയമായിട്ട് പുതിയ ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളാണ്. തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് തന്നെ കാണുക. ഇതിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കണക്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. വലിയ മാറ്റങ്ങൾ നമുക്ക് ഈ ലോകത്തുണ്ടാക്കാം. ഓൾ ദി ബെസ്റ്റ്.